ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണേ. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ റൂം കണ്ടോ എന്ത് മെസ്സി ആണെന്നുള്ളത്. ഞാനൊരു എക്സ്ക്യൂസ് ഒന്നും പറയുന്നില്ല. എൻ്റെ മനസ്സ് കുറച്ച് നാളായിട്ട് മെസ്സി ആയിട്ട് കിടക്കുകയാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് എൻ്റെ റൂമും കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ റൂം ക്ലിയർ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡും കൂടിയാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ അതിന് സമയമില്ല. ഞാൻ ആദ്യം ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ റൂം ക്ലീനിങ് ഒക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സൺസ്ക്രീനാണ് ഇപ്പോൾ ഇടുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീനാണ് ഇതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ട്. ഇത് അക്കോളജിക്കയുടെ ആണ്. ഞാനിതിന് മുന്നേ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞാനിത് വായിച്ചത് കേട്ടോ. വാങ്ങിച്ചത്. ഇത് ഒട്ടും വൈറ്റ് കാസ്റ്റ് നമുക്ക് തരില്ല. നമുക്കിത് ആദ്യം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഫുൾ റിലീജിയസ്ലി നമ്മുടെ സ്കിന്നിൽ മൊത്തം അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്നത്. നല്ലൊരു സൺസ്ക്രീൻ. എനിക്ക് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനും ഈ അക്കോളജിക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഞാൻ SPF ഉള്ളൊരു ലിപ് ബാമും ഇട്ട് കൊടുത്തു. അതിനുശേഷം വാച്ചൊക്കെ കെട്ടി. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഞാൻ കുറേ നാളെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് ഒരു കുർത്തി ആൻഡ് ജീൻസും കൂടെ പെയർ ചെയ്തിട്ട്. അപ്പോൾ മോള് ആശമ്മ അടുത്താണ് ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ആശമ്മ മോൾക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ വലിയ വിഷമമൊന്നും കാണിക്കാറില്ല കേട്ടോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ കുറേ ടൈം അങ്ങ് സ്പെൻഡ് ചെയ്തോളും. ഞാൻ എന്തായാലും യൂബറിലാണ് പോകുന്നത്. ഞാൻ പോകുന്ന സ്ഥലം D&A ബ്യൂട്ടി സലൂണാണ് കേട്ടോ. നമ്മുടെ അമ്പലമുക്കിലുള്ള. പോകുന്നത് മറ്റൊന്നിനല്ല, എൻ്റെ ഉള്ളിൽ ഒരു 80 വയസ്സുള്ളൊരു സ്ത്രീ ഉറങ്ങിക്കിടപ്പുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് പുറത്ത് വരും. എങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ മുടിയൊക്കെ നല്ല വെളുത്ത്, എന്നെ കണ്ടാൽ തന്നെ എനിക്ക് പല്ലും കൂടെ പോയെങ്കിൽ കറക്റ്റ് ഞാൻ അമ്മൂമ്മ. അത്ര ലെവലിൽ എൻ്റെ മുടി വെളുക്കും കേട്ടോ. അപ്പോൾ ഈ വെളുത്ത മുടിയൊക്കെ ഒന്ന് കറുപ്പിക്കാനായിട്ട് ഞാൻ D&Aയിലോട്ട് പോയതാണ്. അപ്പോൾ ആദ്യം പോയതും അവിടെയുള്ള ആൾ എൻ്റെ മുടി നല്ല വൃത്തിയായിട്ട് അടിച്ച് നനച്ച് കഴുകി നല്ല വെടുപ്പാക്കിയതിന് ശേഷം ആണ് കളർ അപ്ലൈ ചെയ്ത് തന്നത്. കളർ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഇപ്രാവശ്യം നല്ല ബ്ലാക്ക് അല്ല ചെയ്തത്, ഒരു ഒരു ടിൻറ്റഡ് ഒരു ഷെയ്ഡ് കൊടുക്കാമെന്ന് അവിടെ നിന്ന് തന്നെ സജസ്റ്റ് ചെയ്തതാണ്. സോ ദാറ്റ് എനിക്ക് മുടി കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ സിന്തറ്റിക് ഡൈ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്ത് കളറിങ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു വേദനാജനകമായ സത്യമാണ്. അതുകൊണ്ട് ഞാനൊരു 6 മാസമായിട്ട് സിന്തറ്റിക് ഡൈ യൂസ് ചെയ്യാറില്ല. സലൂണിൽ പോയിട്ടാണ് ഞാൻ ഹെയറിൻ്റെ റൂട്ട്സ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ കളറൊക്കെ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും അരുൺ ചേട്ടൻ കൊച്ചു ബേബിയെ കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കി നിർത്തി വെച്ചേക്കാണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ മോള് ക്യാമറയിൽ എന്നെ നോക്കി സംസാരിക്കുന്നില്ലല്ലോ, ആരെയായി നോക്കുന്നതെന്ന്. തൊട്ടപ്പുറത്ത് അരുൺചേട്ടനുണ്ട്. അരുൺചേട്ടനോടാണ് ഈ വർത്താനമൊക്കെ പറയുന്നത്. ഞാൻ എന്നെ നോക്കാൻ വേണ്ടി മാക്സിമം ശ്രമിപ്പിക്കുന്നുണ്ട്, പക്ഷെ ആളെന്നെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ സ്വന്തമായിട്ട് ആവശ്യപ്പെട്ട ഒരു മാലയൊക്കെ ഇങ്ങനെ കഴുത്തിലൊക്കെ ഇട്ടിരിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ഒരാൾ പുസ്തകമൊക്കെ ആയിട്ട് വരുന്നു. എന്താണ് പരിപാടി എന്ന് അറിയണ്ടേ? ഇപ്പൊ അനുവിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെക്കേഷൻ സമയത്ത് എന്താണ് ക്ലാസ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അനു ടീം ഇന്റർവെലിന്റെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനു ഇപ്പൊ 7th നിന്ന് 8th പോവാണ്, അതായത് ഹൈസ്കൂളിലോട്ട് കയറാണ്. സ്റ്റഡീസ് ഒക്കെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു പീരീഡ് ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. The beauty of difference. Sharon was a still relatively young girl when her parents sent her away from her home in Tehran to live in a big city in England called London. Sharon did not like the idea of going to live with her cousins in England, but her mother told her it is the best, little one. It is no longer safe here. You will have an exciting new life in England, and you will make all kinds of new friends. Little Sharon wanted to cry. പിന്നെ ഇനി നമുക്ക് എന്തെങ്കിലും എഴുതാം. ഓക്കെ, അപ്പൊ മോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് എഴുതുമ്പോൾ വായിക്കണേ, ആൻസർ എഴുതിക്കോളും. ഓക്കെ. Sharon pretended to be sick to go to school because she was scared. ഓക്കെ, അപ്പൊ ഇത് മാത്രം ചോദിച്ചു നോക്കൂ. ഞങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാരുടെ കരിയർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് അനുവിന്റെ കൂടെ ഇരുന്ന് അനുവിനെ പഠിപ്പിച്ച് അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാറില്ല. വല്ലപ്പോഴൊക്കെ പറ്റും, പക്ഷെ ഒരു സ്റ്റഡി ആയിട്ട് കുട്ടികൾക്ക് എപ്പോഴും അവരുടെ ലേണിംഗ് പ്രോസസ് സ്റ്റഡി ആയിരിക്കണമല്ലോ, അത് ഞങ്ങളെ കൊണ്ട് പറ്റാറില്ല. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ പുറത്തുനിന്നൊരു ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ടീം ഇന്റർവെലിന്റെ ഒരു കോഴ്സിൽ ഇതിന് മുന്നേ 1 വർഷം മുന്നേ നമ്മൾ അനുവിനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് ഞങ്ങൾ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അതിൽ നിന്ന് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 1 ഇയറിൽ ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട്സും അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ഇന്റർവെല്ലിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു
ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത്. സ്പെഷ്യൽ അറ്റൻഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ സ്കൂളിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് വീട്ടിൽ വന്ന് ഒന്നും കൂടി റിവൈസ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ എടുത്തു വരേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അപ്പം പലപ്പോഴും അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോഴാണ് കുട്ടികൾ പഠിത്തത്തിൽ പിന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉള്ളപ്പോഴത്തേക്കും ഐഡിയാസും പ്രോപ്പറായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ശരിക്കും അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ടീച്ചറോട് തുറന്നു പറയാനും പറ്റും. പിന്നെ കൂടുതലും കുട്ടികളുടെ നിന്ന് തന്നെ ഔട്ട്പുട്ട്സ് വരാൻ വേണ്ടിയിട്ടാണ് ട്യൂട്ടേഴ്സ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ടീം ഇന്റേണലിൻ്റെ ഒരു വളരെ നല്ല കാര്യങ്ങളാണ്. അനു ഇപ്പോൾ ക്ലാസ് റൂം കോഴ്സാണ് ചെയ്യുന്നത്, അതായത് സ്കൂൾ ഓറിയൻറ്റഡ് അക്കാഡമിക് ട്യൂഷൻ. എല്ലാ സബ്ജക്ട്സിനും ഇൻഡിവിജ്വൽ ട്യൂഷൻ കൊടുക്കും. ഇപ്പോൾ മാത്സ് ഒക്കെ വരുമ്പം പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കി സോൾവ് ചെയ്ത് ക്ലിയർ ആക്കി കൊടുത്ത് അടുത്ത പോർഷനിലോട്ട് പോകുന്ന രീതിക്കാണ് ക്ലാസ് പോകുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ വീണ്ടും വന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്, വീട്ടിൽ റിവൈസ് ചെയ്യുന്നത് പോലെ. പിന്നെ വീക്ക്ലി ടെസ്റ്റും അതോടൊപ്പം തന്നെ അതിൻ്റെ റിപ്പോർട്ട്സും ഒക്കെ നമുക്ക് അയച്ചു തരും. പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് അതനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. എന്താണോ പ്രോബ്ലം അതിനുള്ള സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ഫോർവേഡ് പോകുന്നത്. ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതേപോലെ പേരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ്സ് ഉണ്ടാവും. പിന്നെ നമുക്കവരൊരു മോഡ്യൂൾ അയച്ചു തരും, അതായത് എത്ര ടൈം കൊണ്ട് എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഫുൾ പ്ലാനിങ് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യും. അതായത് ഫുള്ളി സിസ്റ്റമാറ്റിക് ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഷെറിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു നീ നിന്റെ ആന്റിയുടെ കൂടെ പോയി നിൽക്കാൻ പറഞ്ഞു, ആന്റിയും കസിൻസിന്റെ കൂടെ. പക്ഷെ ഷെറിന് പേടിയായിരുന്നു അവിടെ പോയി നിൽക്കാൻ, കാരണം അവര് ഒട്ടും അറിഞ്ഞൂടാ ആന്റിയും കസിൻസിനെ. അപ്പൊ അവിടെ പോയി നിൽക്കുമ്പോൾ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കും, ന്യൂ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയോ ഉണ്ടാക്കി. അവരെന്തെങ്കിലും അഡ്വാൻറ്റേജസ് എന്തെങ്കിലും ഫേസ് ചെയ്തിരുന്നോ? പിന്നെ ഇതുപോലെ ഈ ഒരു കോഴ്സ് മാത്രമല്ല, ക്ലാസ് റൂം കോഴ്സസ് അല്ല, മറ്റ് പല കോഴ്സസും ഇന്റർവെൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി വെക്കേഷൻ സമയത്ത് നമുക്ക് തന്നെ അറിയാം, എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ തീരെ ചെറിയ പിള്ളേരെന്നല്ല, ചിലപ്പോൾ 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡിലൊക്കെ തന്നെ ചില ലാംഗ്വേജസ് ഒക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പേര് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ സിമിലർ എക്സ്പീരിയൻസസ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം ഈ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് ഇങ്ങനെയുള്ള ലാംഗ്വേജസിലൊക്കെ അടിസ്ഥാനപരമായിട്ട് പഠിച്ച് അത് അവർക്ക് എഴുതാനും വായിക്കാനും പ്രാപ്തരാക്കി കൊടുക്കുന്ന ഒരു കോഴ്സുണ്ട്. അതാണ് ഫൗണ്ടേഷൻ കോഴ്സ് കേട്ടോ. ഇതൊരു 20 days to 40 days നീളുന്നൊരു കോഴ്സാണ്. അതിൻ്റെ അകത്ത് അവരത് പ്രോപ്പറായിട്ട് എഴുതാനും വായിക്കാനും പഠിക്കുന്ന രീതിയിൽ കുട്ടികളെ പ്രാപ്തരാക്കി കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പിന്നെ നമുക്ക് ഈ ഒരു 3.5 വയസ്സിലൊക്കെ ഉള്ള കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, അവരെ സ്കൂളിൽ ചേർക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്നൊരു പ്രായം, അല്ലെങ്കിൽ ചിന്തിക്കുന്നൊരു പീരീഡ് ആയിരിക്കും അത്. അല്ലെങ്കിൽ നിങ്ങൾ GCC കൺട്രീസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നൊരു കോഴ്സാണ് ലിറ്റിൽ ജീനി എന്ന് പറയുന്നൊരു കോഴ്സ്. ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള ലെറ്റേഴ്സ് അത് എഴുതാനും അതിൻ്റെ സൗണ്ട്സ് അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നത്. അതായത് നമുക്ക് കറക്റ്റ് സ്കൂളിലോട്ട് കയറുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതൊരു ഐഡിയൽ കോഴ്സാണ് നിങ്ങൾക്ക്. ഇനി ഈ ഒരു ഇൻഡിവിജ്വൽ കോഴ്സസ് മാത്രമല്ല ഇന്റർവെൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ CBSE ഗവൺമെൻറ് സ്കൂൾസിലൊക്കെ ഇതുപോലെ ഇന്റർവെല്ലിൻ്റെ സർവീസസ് വേണമെങ്കിൽ കൊളാബായിട്ടും ഇവർ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് വേറൊരു ഓപ്ഷനുണ്ട്. നമുക്ക് കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുത്താൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു വരുമാന മാർഗം ആണ് അത് സൃഷ്ടിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് അവരെ പ്രാപ്തരാക്കാനായിട്ട് മോണ്ടിസോറി കോഴ്സസും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും ഒക്കെ ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അതിലൂടെ നമുക്കൊരു നല്ലൊരു കരിയർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അനു ഇപ്പോൾ 7th നിന്ന് 8th പോവാണ്, ഹൈസ്കൂളാണ് ഇനി തൊട്ട്. അപ്പോൾ അനുവിന് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടെന്ന് വെച്ചാൽ ചെറുതായിട്ട് ടെൻഷനുണ്ട്, പക്ഷെ കൂടുതലും കുറച്ചും കൂടെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഹൈസ്കൂളിലോട്ട് പോകുന്ന പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. പഠിത്തം വയസ്സ് ടീച്ചേഴ്സ് എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ തന്നിട്ടുണ്ടോ ഹൈസ്കൂളിലോട്ട് പോകുമ്പോൾ? ടീച്ചർമാർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ പഠിക്കുന്ന പോലല്ല, ഇനി 8th പോകുമ്പോൾ കുറെ കൂടെ ടഫ് ആയിരിക്കും. പിന്നെ ഈ നോട്ട്സ് ഒക്കെ ഇവരിപ്പൊ തരുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് തരില്ല. പിന്നെ ഇങ്ങനെ ബോർഡിൽ എഴുതി തരില്ല, നമ്മൾ തന്നെ പറഞ്ഞു തരും ടീച്ചേഴ്സ്, അതുപോലെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത്. ഇതുവരെ 7th സ്റ്റാൻഡേർഡ് വരെ അനുവിന് എല്ലാ സബ്ജക്ട്സും കൃത്യമായിട്ട് നോട്ട് തരും. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അങ്ങനെ പഠിക്കുക, അതേ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും, ആൻസർ ചെയ്യും. ഇങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത്? സ്റ്റേറ്റ് സിലബസിലോട്ട് പോകുമ്പോഴത്തേക്ക് അനുവിന് നോട്ട്സ് അല്ല തരുന്നത്, നമ്മൾ സ്വന്തമായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അനു ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണോ നമ്മുടെ ലാംഗ്വേജിലാണ് ആൻസർ ചെയ്യേണ്ടത്. അത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ 8th സ്റ്റാൻഡേർഡ് തുടങ്ങി ഒരു വലിയ ചേഞ്ച് ആണ്. CBSE സ്റ്റേറ്റ് സിലബസിലോട്ട് വരുമ്പോൾ ഒരു വലിയ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെയാണ് കുട്ടികൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത്.
അനു പൊതുവെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഡാൻസ് ആണെങ്കിലും നന്നായിട്ട് ചെയ്യും, എല്ലാ ആക്ടിവിറ്റീസിലും ദി ബെസ്റ്റ് ആണ്. പക്ഷേ നമ്മൾ സ്റ്റഡീസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണ് ചിത്തി പറഞ്ഞ്. ഈ സ്റ്റഡീസിൽ ആരെങ്കിലും കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യാണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറെ കൂടെ ബെറ്റർ ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. Okay, now, so how was today's class? Was great. Learned a lot of new words. Okay, thank you. Okay, thank you so much. Okay, so let's wind up for today. Okay. See you tomorrow. Bye. ആസ് എ പേരൻറ്റ് ടീം ഇൻ്റർവെൽ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അതേപോലെ സ്റ്റുഡൻസിനാണെങ്കിലും ടീം ഇൻ്റർവെലിൻ്റെ ട്യൂട്ടേഴ്സ് അവർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസിലും ട്രെയിനിങ്ങിലും കുട്ടികളും എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് വിളിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഫ്രീ അസസ്മെൻറ്റും കൂടി രജിസ്റ്റർ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40 കുട്ടികൾക്കും ഒരേ IQ ലെവൽ ആയിരിക്കില്ല. പക്ഷെ നമ്മളൊരു സ്കൂളിൽ ഓരോ കുട്ടികളുടെ ലെവൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അപ്രോച്ച് ഓഫ് ടീച്ചിങ് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളുടെ പഠനത്തിൻ്റെ ലെവൽ മനസ്സിലാക്കിയിട്ട് ആ ഒരു അപ്രോച്ച് സെലക്ട് ചെയ്യുമ്പോഴാണ് ലേണിംഗ് പ്രോസസ്സ് സക്സസ്ഫുൾ ആവുന്നത്. സോ അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ ഫ്രീ അസസ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ മറക്കണ്ട, വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. മോള് ഞാനും കൂടെ കുറച്ച് ടൈം ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടന്ന് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പകലിങ്ങനെ ഉറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. രാത്രി നേരത്തെ കിടന്നുറങ്ങാനും അതൊരു റുട്ടീൻ വരാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് അനു ക്ലാസ് കഴിഞ്ഞിട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഡാൻസ് ക്ലാസ്സിന് വേണ്ടി റെഡി ആയിട്ട് വന്നു കഴിഞ്ഞു. ഇന്ന് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണ്. എന്നാണെന്നറിയില്ല കൊച്ചു ബേബി ഇതുപോലെ ബ്ലാക്ക് ആൻഡ് റെഡ് ഷോളൊക്കെ ഇട്ട് ക്ലാസ്സിലേക്ക് വരാറാവുന്നത്. ഞാൻ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഡാൻസൊക്കെ താല്പര്യമൊക്കെ ഉണ്ട്. കൂടുതലും അനു പഠിപ്പിക്കുന്നതാണ് ഇഷ്ടം, ഞാൻ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്. ഇപ്പോൾ നിലവിൽ എനിക്ക് സാറ്റർഡേയ്സും സൺഡേസുമാണ് ക്ലാസ് വരുന്നത്, ഗ്രൂപ്പ് ക്ലാസ് വരുന്നത് കേട്ടോ. സാറ്റർഡേയ്സ് ഈവനിങ് 5:30 to 7:30, ചിലപ്പോൾ 5 to 7 എടുക്കാറുണ്ട്. 2 hours ആണ് ക്ലാസ് വരുന്നത്. സൺഡേസ് എനിക്ക് മോർണിംഗ് ആണ് ക്ലാസ്, 12:30 to ഒരു 1:32 വരെയൊക്കെ എടുക്കാറുണ്ട്. ചിലപ്പോൾ 2:30 വരെയും പോകാറുണ്ട്. ഇപ്പോൾ സമ്മറാണ്, എക്സ്ട്രീം ചൂടായതുകൊണ്ട് സൺഡേയും കൂടി ഇപ്പോൾ ഈവനിങ് ആണ് ക്ലാസ് എടുക്കുന്നത്. കഷ്ടം തോന്നും, കുട്ടികൾ ഈ രാവിലെ വെയിലത്ത് ഈ ബ്ലാക്ക് ഒക്കെ ഇട്ട് വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര പാട്. പിന്നെ സൺസ്ട്രോക്ക് ഒക്കെ അടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു പീരീഡും കൂടെ ആയതുകൊണ്ട് മാക്സിമം വെയിൽ കൊള്ളിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ട് സൺഡേസ് ഈവനിങ് ആണ് ക്ലാസ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ എൻ്റെ ഇപ്പോഴത്തെ നിലവിൽ 2 ഗ്രൂപ്പാണ് ഇപ്പോൾ അരങ്ങേറ്റത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കോഴ്സ് അരങ്ങേറ്റം കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഭരതനാട്യം അരങ്ങേറ്റം കംപ്ലീറ്റ് ചെയ്തവർ ഇപ്പം മോഹിനിയാട്ടം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും ഐറ്റംസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഒരു സെറ്റ് കുട്ടികളും കൂടെ ജൂനിയേഴ്സും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സെറ്റ് അവർ ആദ്യമായിട്ട് ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും അരങ്ങേറ്റത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ഗ്രൂപ്പ് മാറി മാറിയാണ് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പലരും അഡ്മിഷൻസിൻ്റെ കാര്യങ്ങൾ ഇൻക്വയർ ചെയ്യാറുണ്ട്. ഈ അഡ്മിഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അർജുൻ ചേട്ടനാണ്. ഞാൻ ടീച്ചിങ് മാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സാറ്റർഡേയ്സും സൺഡേയ്സും ഗ്രൂപ്പ് ക്ലാസ്സസ് ആണ് വരുന്നത്. ഞാൻ വാങ്ങിക്കുന്നത് മന്ത്ലി ഫീസ് 500 ആണ് വാങ്ങിക്കുന്നത്. ശനിയും ഞായറും ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഒരു മാസത്തിൽ എത്ര ക്ലാസ്സാണ്? 8 ക്ലാസ്സാണ് വരുന്നത്. ഒരു ക്ലാസ് മാക്സിമം 2 മണിക്കൂറൊക്കെ പോകും. കാരണം ഗ്രൂപ്പ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി 2 ബാച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിപ്പിച്ചും അവർക്ക് റെസ്റ്റ് ഒക്കെ കൊടുത്തു വരുമ്പോൾ 1 മണിക്കൂർ ക്ലാസ് ചിലപ്പോൾ ഒന്നിനും തികയാതെ വരുന്നതുകൊണ്ട് ഇപ്പം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തതാണ് 2 hours ആയിട്ട്. അപ്പോൾ ഫീസിൻ്റെ ഡീറ്റെയിൽ മനസ്സിലായല്ലോ. മന്ത്ലി 500 ആണ് വരുന്നത് ഒരാൾക്ക്. ചേരാൻ നേരത്തെ അഡ്മിഷൻ ഫീസ് 3500 ആണ് അടയ്ക്കേണ്ടത്. പിന്നെ അങ്ങോട്ട് മന്ത്ലി ഫീസ് 500 ആണ്. നിങ്ങൾ ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ക്ലാസ് ആണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. അത് മന്ത്ലി ഫീസ് 500 ആയതുകൊണ്ട് ഗ്രൂപ്പ് ക്ലാസ് ആണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ നവരാത്രി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം പുതിയ അഡ്മിഷൻസ് എടുക്കാൻ പറ്റുന്നത് നവരാത്രി വരുമ്പോഴാണ്. ഇപ്പം നിങ്ങൾ കയറിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എക്സിസ്റ്റിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെ കുറച്ച് പാടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഡാൻസ് പഠിച്ച ഒരാളായിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് ഗ്രൂപ്പിലോട്ട് കയറാൻ പറ്റും. ഇത് മോഹിനിയാട്ടം മുന്നേ തൊട്ട് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മോഹിനിയാട്ടം ബാച്ചിൻ്റെ കൂടെ അങ്ങ് ജോയിൻ ചെയ്യാൻ പറ്റും. ഭരതനാട്യം നല്ല ബേസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പം എക്സിസ്റ്റിംഗ് ഭരതനാട്യം ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഒന്നുമേ പഠിച്ചിട്ടില്ല, ആദ്യം തൊട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ 2024 നവരാത്രി ആ വിദ്യാരംഭം ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ ന്യൂ അഡ്മിഷൻസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ ബാച്ച് ഓപ്പൺ ആവും, അന്നേരം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ക്ലാസ്സസ് ചെയ്യാറുണ്ട്. അതാകുമ്പോൾ ഗ്രൂപ്പിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവനവൻ്റെ പഠിത്തത്തിൻ്റെ സ്പീഡും സൗകര്യം ടൈമും ഒക്കെ നിങ്ങൾ നോക്കിയാൽ മാത്രം മതിയാവും.
നിങ്ങളുടെയും എൻ്റെയും കൺവീനിയൻസ് വെച്ച് നമുക്ക് ക്ലാസ് ഫിക്സ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ചെയ്യാവുന്നതാണ്. ഇൻഡിവിജ്വൽ ക്ലാസ്സസിന് നമ്മൾ മന്ത്ലി 2000 റുപ്പീസാണ് വാങ്ങിക്കുന്നത്. സോ രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആണ് എടുക്കുന്നത്. ഒന്ന് സ്പെഷ്യൽ ക്ലാസ്സസും പിന്നെ ഒന്ന് ഗ്രൂപ്പ് ക്ലാസ്സസും. ഇതിലേതാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ഏത് ക്ലാസ് ആണോ ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലാതെ ഈ ക്ലാസ്സസിനെ പറ്റി എൻക്വയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗിലൂടെ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ കുറെ കൂടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഞങ്ങളുടെ ക്ലാസ് പൂജപ്പുര മുടവൻ മുകളിലാണ്. ഈ ഫേമസ് ആക്ടർ മോഹൻലാൽ സാറിൻ്റെ വീടിൻ്റെ ബാക്കിലാണ് ഈ ഒരു ഞങ്ങളുടെ വീട് വരുന്നത്. അവിടെയാണ് ക്ലാസ് ഇട്ടിരിക്കുന്നത്. സാറ്റർഡേസും സൺഡേസും ആണ് ക്ലാസ് വരുന്നത്. നിങ്ങൾ നേരത്തെ ഒരു പറ്റിയെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ മെൻഷൻ ചെയ്യാം. ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് വന്ന് നേരിട്ട് മീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഗ്രൂപ്പ് ക്ലാസ്സസിൽ പുതിയ അഡ്മിഷൻസ് വരുമ്പം നമ്മൾ ഭരതനാട്യമാണ് പഠിപ്പിക്കുന്നത് ബേസിക്കായിട്ട്. അത് കൂടാതെ നിങ്ങൾക്കിപ്പോൾ വേറെ ആർട്ട് ഫോം മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും പഠിപ്പിക്കുന്നുണ്ട്. വേറെ അതായത് കഥക്ക് ഇങ്ങനെയുള്ള ആർട്ട് ഫോംസ് ഒന്നും ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, സെമി ക്ലാസിക്കലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഗ്രൂപ്പ് ക്ലാസ് ഭരതനാട്യത്തിന് മാത്രമാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇവർ മോഹിനിയാട്ടം പഠിക്കുന്നത് ആ ഒരു ഗ്രൂപ്പ് ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് അടുത്തത് അവർ മോഹിനിയാട്ടം പഠിച്ചിട്ട് ഇപ്പോൾ അരങ്ങേറ്റത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഈ വേറെ ആർട്ട് ഫോംസ് ഒക്കെയാണ് പഠിക്കേണ്ടതെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നതായിരിക്കും ഐഡിയ. സ്പെഷ്യൽ ക്ലാസ്സിന് കൂടുതൽ ഫീസും ഗ്രൂപ്പ് ക്ലാസ്സിൽ കുറഞ്ഞ ഫീസും ആയതുകൊണ്ട് ഗ്രൂപ്പ് ക്ലാസ്സിൽ നിങ്ങൾ അധികം അല്ലെങ്കിൽ ഞങ്ങൾ അധികം പഠിപ്പിക്കത്തില്ല ഇങ്ങനെയുള്ള ധാരണ വേണ്ട കേട്ടോ. രണ്ടിനും ഞാൻ ഒരേ ടൈപ്പ് എഫേർട്ട് തന്നെയാണ് ഇടുന്നത്. എൻ്റെ പരമാവധി എൻ്റെ 100% ഓഫ് മൈ എനർജിയും സിൻസിയറിറ്റിയും ഇട്ട് തന്നെയാണ് ഞാനൊരു ഗ്രൂപ്പ് ക്ലാസ് പഠിപ്പിക്കുന്നത്. അത് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്തായാലും അറിയാമായിരിക്കും. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യും കേട്ടോ. അപ്പം ഈ ഫീസ് ഡിഫറൻസ് പറയുന്നത് ഒന്ന് 500 റുപ്പീസിന് പഠിപ്പിക്കുമ്പം എല്ലാവർക്കും കല പഠിക്കാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ 500 റുപ്പീസിന് പഠിപ്പിക്കുന്നത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അന്വേഷിക്കുമ്പം ഈ ഒരു ഫീസിന് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഇത് കൊണ്ടുവന്ന് തന്നെ എല്ലാവരും പഠിക്കട്ടെ. ഡാൻസ് ഒരു ഫീസ് കൂടുതലാണെന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം പഠിക്കേണ്ടാതെ പോവണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീസ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ സ്പെഷ്യൽ ക്ലാസ്സിന് 2000 റുപ്പീസ് വാങ്ങിക്കുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് ഒന്ന്. പിന്നെ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടണം. എൻ്റെ പല വർക്ക്സും ഞാൻ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ എനിക്കത് കോമ്പൻസേറ്റ് ആവണമെങ്കിൽ അത് എക്സ്ട്രാ കാര്യമായത് കൊണ്ടാണ് അതിന് ആ ഒരു ഫീസ് വരുന്നത്. അത് കുറഞ്ഞ ഫീസിൽ ചെയ്യാത്തത്. എനിക്കതിലധികം ആൾക്കാർ സ്പെഷ്യൽ ക്ലാസ്സിലോട്ട് വരണം എന്നുമില്ല. ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് ഗ്രൂപ്പ് ക്ലാസ് പഠിപ്പിക്കുമ്പോൾ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ. ചിലർക്ക് സാറ്റർഡേ സൺഡേസ് വരാൻ പറ്റില്ല. എല്ലാ പ്രാവശ്യവും ഒരേ ടൈമിൽ ചിലർക്ക് വരാൻ പറ്റില്ല. അപ്പം ഒരു മ്യൂച്വൽ കൺവീനിയൻസിൽ ക്ലാസ് ഫിക്സ് ചെയ്തൊക്കെ വരണം. അല്ലെങ്കിൽ വളരെ ദൂരെ നിന്നൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ ക്ലാസ് എന്ന സംഭവം തന്നെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു ദിവസം ഒരു ടൈം വെക്കണ്ട. അത് കാരണം നിങ്ങളുടെ പല ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങളുടെ ഡാൻസ് ക്ലാസ് മിസ്സാവണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ ക്ലാസ് വെച്ചിരിക്കുന്നത് തന്നെ. ഈ സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഇനി പഠിച്ചിട്ടില്ല ഫുൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ക്ലാസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നല്ല പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് കയറാൻ പറ്റും. അല്ല ആദ്യം തൊട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് 2024 വിദ്യാരംഭം വരെ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നുമല്ല വിചാരിക്കുന്നു. അപ്പം കല പഠിക്കാൻ ഇഷ്ടമുള്ള ട്രിവാൻഡ്രത്തുള്ള എല്ലാവരെയും ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ്സിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ വന്നോളൂ, നമുക്ക് നല്ല കുറേ ഒരു മൊമെൻറ്റ്സ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. താര കല്യാൺ ഡാൻസ് ക്ലാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ താര കല്യാൺ ഡാൻസ് അക്കാഡമി നിങ്ങളുടെ കുറച്ച് നേരത്തെ ബാക്കിയുള്ള സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് കുറച്ച് നല്ല മൊമെന്റ്സ് സ്പെൻഡ് ചെയ്യാനുള്ളൊരു പ്ലേസ് ആയിട്ട് കണ്ടാൽ മതി. ഇവിടെ ഇതിൽ പലപ്പോഴും ഞങ്ങൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു ബുദ്ധിമുട്ട് നമ്മളൊരു പരസ്യം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് വിളിച്ച് അനാവശ്യമായി ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ട്. പക്ഷെ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഡാൻസ് പഠിക്കണം, ജെന്യുവൻലി നിങ്ങൾക്ക് ഞങ്ങളുടെ താര കല്യാൺ ഡാൻസ് അക്കാഡമിയിൽ ഒരു അംഗമാവണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ നമ്പറിലേക്ക് വിളിക്കുക. അല്ലാതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനും പ്രൊവോക്ക് ചെയ്യാനും ട്രിഗർ ചെയ്യാനുമായിട്ട് ദൈവത്തെ ഓർത്ത് വിളിക്കരുത്. ഒത്തിരി ബാഡ് എക്സ്പീരിയൻസസ് ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ബ്ലോഗിൽ പറഞ്ഞത് കേട്ടോ. വൈസായിട്ട് യൂസ് ചെയ്യുക. നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ഡാൻസ് ക്ലാസ് റൺ ചെയ്യുന്നതും. നിങ്ങളിപ്പം ഡാൻസ് പഠിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരെ ഞങ്ങളുടെ അക്കാഡമിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് എല്ലാം നല്ല ഇൻറ്റൻഷനോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു നമ്പർ കാണുമ്പോൾ അത് മിസ്യൂസ് ചെയ്യാനായിട്ട് ദൈവത്തെ ഓർത്ത് അതിനു വേണ്ടി നിങ്ങൾ ഇറങ്ങരുത്.
ജെന്യുവൻ ആയിട്ടുള്ള ആഗ്രഹമാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ നമ്പറിലേക്ക് വിളിക്കുക. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്. വളരെ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറെ അങ്ങനെ റെസ്പെക്ട് ചെയ്യണം അതൊന്നും നിങ്ങൾ കാണണ്ട. ജസ്റ്റ് ഒരു അനദർ ഹ്യൂമൻ ബീയിങ്ങിനോട് സംസാരിക്കുന്ന പോലെ കുറച്ച് റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുക, തിരിച്ച് അതേ റെസ്പെക്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഇതിന് മുന്നേ ഉള്ള വ്ളോഗ്സിലും ഡാൻസ് ക്ലാസ്സിൻ്റെ നമ്പർ തന്നെ വെറുതെ കണ്ടാൽ തന്നെ ആൾക്കാർ പല രീതിയിലും വിളിച്ച് ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പോൾ ഈ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് കേട്ടോ. അതിൻ്റെ നെഗറ്റീവ് സൈഡ് ഇതായിരുന്നു, ഞങ്ങളെ വിളിച്ചിട്ട് ആവശ്യമില്ലാതെ ട്രിഗർ ചെയ്യുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ട്. പ്ലീസ് പെറ്റ്സിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ ബാക്കി ഞങ്ങളെല്ലാവരും കൂടിയാണ് അമ്പലത്തിലേക്ക് പോയത്. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക്, എൻ്റെ കുടുംബക്ഷേത്രമാണ്, അപ്പോൾ എൻ്റെ സൈഡിൽ നിന്നുള്ള കുടുംബക്ഷേത്രം ആയതുകൊണ്ട് അശോക് അറിയാലോ നിങ്ങൾക്ക്, എൻ്റെ ബ്രദറാണ് അശോക്, അവനും വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ വണ്ടിയിലാണ് ഞങ്ങളെല്ലാവരും കൂടി പോകാൻ ഇങ്ങനെ ഒരുങ്ങുന്നത് കേട്ടോ. നമ്മൾ നോർമലി എറണാകുളത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഹാപ്പിയെ കൊണ്ടുപോകും, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഹാപ്പിയോട് ഭയങ്കരമായ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എനിക്ക് ആക്ച്വലി എൻ്റെ എല്ലാ പെറ്റ്സിനെയും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഹാപ്പിയോട് ഒരു പടി കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. എനിക്ക് അവന് എല്ലാ സ്ഥലത്തും അവനില്ലാതെ പോകുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അമ്പലത്തിലോട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ ഹോട്ടൽസിലൊന്നും പട്ടിയെ അലോ ചെയ്യത്തില്ലല്ലോ, അപ്പം പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് അവന്
ബാക്കിൽ വിട്ടിട്ട് പോവാണ്. അപ്പം കുഞ്ഞാവെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിച്ചു കേട്ടോ. കുഞ്ഞാവ സത്യമായിട്ടും വെറുത്ത് കാണും. ഹാപ്പി എന്ന് നോക്കണം ഞാൻ ഒരു 50 പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അവനെ ഇവിടെ വിട്ടിട്ട് പോകുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ, കുഞ്ഞാവേയും വിട്ടിട്ട് പോകുന്നതും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോകണമെങ്കിൽ വേറൊരാൾ വരണം ഈ പട്ടിക്കുട്ടികളുടെ കാര്യമൊക്കെ നോക്കാനാണ്. പക്ഷെ ആ ആൾ ഒട്ടും അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കേണ്ടി വന്നു. എന്തായാലും ഇറങ്ങുന്നതിന് മുന്നേ മണിക്കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം ഹാപ്പിയോടും ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങി. നമ്മൾ എവിടെയെങ്കിലും പോകാൻ പാക്ക് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ഹാപ്പിയെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് അവൻ പെട്ടെന്ന് മനസ്സിലാക്കും. അവനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവനത് അറിയാൻ പറ്റും, കൊണ്ടുപോകുന്നില്ലെങ്കിലും അവനത് പെട്ടെന്ന് മനസ്സിലാക്കും. പിന്നെ അവൻ ഭയങ്കര സെന്റിമോഹമൊക്കെ വെക്കും കേട്ടോ. എന്തായാലും ഇതാ കണ്ടോ, ഇതാണ് ഞങ്ങൾ പോകുന്ന വണ്ടി. ഇത് അവൻ്റെ കാറാണ്, കാരൻസ് 7 സീറ്ററാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് പോയിട്ട് വരാൻ പറ്റും കേട്ടോ. ആശമ്മയുണ്ട്, അരുൺ ചേട്ടൻ, അനു, കൊച്ചേബി, ഞാൻ, പിന്നെ അശോക്, അർജുൻ ചേട്ടൻ, ഇത്രയും പേരാണ് പോകുന്നത്. അപ്പോൾ യെസ്, നമ്മുടെ ട്രിപ്പിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, അത് ഞങ്ങളുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ അമ്പലത്തിലെ വിശേഷങ്ങൾ, ഇതെല്ലാം പാർട്ട് 2 വ്ളോഗിൽ വരുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും കാണണം, സ്നേഹം പകർന്നു തരണം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാമേ.